ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ സവാരിക്ക് അകത്തേക്ക് കയറാൻ പോവുകയാണ്. കയറുന്ന വഴിയിൽ തന്നെ വെളിയിൽ ഒരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫിഷ് പോണ്ടാണ്. അപ്പം അവിടെ നമ്മുടെ വഴിയിൽ തന്നെ നമ്മുടെ ഗൈഡ് ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. സാധാ പ്ലാന്റുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അട്രാക്ഷനായാണ് നമുക്ക് ബട്ടർഫ്ലൈ വരാനുള്ളത്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാലോ, ലെൻഡാന പോലുള്ള പ്ലാന്റുകൾ. ലെൻഡാന എന്ന് പറയുമ്പോൾ അരിപ്പൂച്ചെടിയാണ്. ബട്ടർഫ്ലൈക്ക് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഈ പ്ലാന്റുകളാണ് കോമൺ റോസ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ആണ്. ഇതാണ് കോമൺ റോസ്. അതായത് ബട്ടർഫ്ലൈക്ക് കളർഫുൾ ആയിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഈ പറക്കുന്നതിൽ ഡാർക്ക് ബ്ലൂ ടൈഗറാണ്. ഇത് ഡാർക്ക് ബ്ലൂ ടൈഗർ, കരിനീല കടുവ എന്ന് പറയുന്നത്. നീലക്കടുവ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ. ഇതെല്ലാം ബട്ടർഫ്ലൈ ആകർഷിക്കാനുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ ഇന്ത്യൻ സ്നേക്ക് വീഡ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ്. അതായത് ഇതെല്ലാം ഇവിടെ നിങ്ങൾ കൊണ്ട് നമ്മൾ നട്ടതും ഇതിനകത്ത് കാട്ടിനകത്തും. ഇത് പക്ക ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ വെച്ച് പിടിപ്പിച്ചാലും ഇതിനെ അട്രാക്ട് ചെയ്യും. അതെ, അട്രാക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ കാര്യം, നമുക്ക് വനപ്രദേശമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടാവും. ക്ലൈമറ്റ് അതേപോലെ ആയിരിക്കണം. അതിനാവശ്യത്തിന് ചൂട്, അധികമായിട്ട് ചൂട് വേണ്ട. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയും ഇതിന് ഗുണകരമായിട്ടുണ്ട്. അതാണ് സദേൺ ബേർഡ്. ഗരുഡശലഭം എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ്. അതാണ് അതിന്റെ മെയിൻ ബട്ടർഫ്ലൈ. ഫീമെയിൽ കുറച്ചും കൂടെ അതിനേക്കാളും വലിപ്പം. ഇത് ഗ്ലാസി ടൈഗർ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ആണ് ഈ പറയുന്നത്. ഇത് ബട്ടർഫ്ലൈയുടെ ഫുഡ് പ്ലാന്റുകളിൽ ഒന്നാണ് കേട്ടോ. ക്രോട്ടലേറിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആയി. കിലിക്കിച്ചെടി എന്ന് പറഞ്ഞത് കിലിക്കിച്ചെടി. ഇത് ബട്ടർഫ്ലൈസ് വന്നിട്ട് ഈ ഹണിയൊക്കെ കുടിക്കുന്നതിനൊപ്പം തന്നെ ഈ ബ്ലൂ ടൈഗർ, ഡാർക്ക് ബ്ലൂ ടൈഗർ, കോമൺ ഗ്രോ, അങ്ങനെയുള്ള ഒരു പ്ലെയിൻ ടൈഗർ, സ്കൈപ്ഡ് ടൈഗർ, അങ്ങനെയുള്ള കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. ആ ബട്ടർഫ്ലൈസ് വന്ന് ഇതിനകത്തിരുന്ന് അതിൻ്റെ സത്ത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ കായിൽ നിന്നുള്ള സത്തെല്ലാം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും ബട്ടർഫ്ലൈസ് ആകർഷിച്ച് നമുക്ക് ഇതിനകത്ത് നിർത്താനായിട്ട് പറ്റും. ഇതിവിടെ നട്ടതല്ലേ? ആണോ? അപ്പൊ നിങ്ങൾ ഇത് എവിടുന്ന്? ഓരോ ബട്ടർഫ്ലൈയും മുട്ടയിടുന്നത് ഓരോ പ്ലാന്റ്. അത്തരം പ്ലാന്റുകൾ ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതുകൊണ്ടാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അതായത് പാമ്പിന്, അതുപോലെ തന്നെ കിഡ്നി ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ബട്ടർഫ്ലൈസ് അതുകൊണ്ട് ഈ പാമ്പിൽ, കണയോല എന്ന് പറഞ്ഞ ഈ പാമ്പിലാണ് അട്രാക്ഷൻ ആവുന്നത്. അതിൻ്റെ പുതിയ നാമ്പ് വരുമ്പോൾ അതിനകത്തൊരു മണം ഉണ്ടാകും. ഇത് കോമൺ യെല്ലോ ഗ്രാസ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ആണ്. നമ്മുടെ സാധാ നാട്ടിലുള്ള മഞ്ഞപ്പാപ്പാത്തി. അങ്ങനെ പുതിയ നാമ്പ് വരുമ്പോൾ ആ നാമ്പിൽ ആകർഷകമായിട്ട് വന്നിട്ട് ആ ഒരു നാമ്പ് ചിരണ്ടി കഴിക്കുകയും അതിൻ്റെ ചുറ്റിലും എപ്പോഴും കാണുകയും ചെയ്യും. ഡാർക്ക് ബ്ലൂ ടൈഗർ. അതുകൊണ്ട് അതാണ് കോമൺ റോസ്. ഇങ്ങോട്ട് പോകുന്നത്. ബട്ടർഫ്ലൈ ആകർഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ല പ്ലാന്റുകളിൽ 1-2 പ്ലാന്റുകളായിരുന്നു. ഇതെന്ന് വെച്ചാൽ കൃഷ്ണകിരീടം, പിന്നെ ഹനുമാൻ കിരീടം, അതുപോലെ തന്നെ 6 മാസ ചെടി, അമ്മൻകുടം പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. അതായത് സദേൺ ബേർഡിന് ഉൾപ്പെടെയുള്ള ബട്ടർഫ്ലൈസിന് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ്. അതുകൊണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണയോലയുടെ ചെറിയ നാമ്പ് വരും. അതിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ കാണാം, ചെറിയ നാമ്പായിരിക്കും. ആ നാമ്പിനകത്ത് അതിനാണ് കോമൺ ഗ്രോ കേട്ടോ. ഇതാണ് കോമൺ ഗ്രോ. അത് എല്ലായിടത്തും കാണപ്പെടുന്ന സാധനം. അത് അത്യാവശ്യം പുറമൊക്കെ ഉണ്ട്. ഇതാണ് കണയോലയുടെ പാമ്പിൻ്റെ ഈമ്പെന്ന് പറയുന്നത്. അതായത് വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രമുള്ള ബട്ടർഫ്ലൈ ആട്ടോ. റെഡ് ലേസ്ലിംഗ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ആണ്. അതായത് ബട്ടർഫ്ലൈയിൽ തന്നെ അതിൻ്റെ വിങ്സ് പാറ്റേണും അതുപോലെ തന്നെ കനം വളരെ കുറവാണ്. നൈസായിട്ട് നമുക്ക് പറക്കുമ്പോൾ തന്നെ പേടി അതിൻ്റെ കീറിപ്പ് പോകുന്നു. അത്രയ്ക്ക് ഇതായിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് റെഡ് ലേസ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് എത്ര നാളുണ്ട് ഇവിടെ ഏതാ ഈ പാർക്ക്? 2008 സ്ഥാപിതമായത്. അതിന് മുമ്പ് തന്നെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. സ്റ്റഡി നടത്തി ഇതിനകത്ത് ഏതെല്ലാം പ്ലാന്റുകളിൽ ഏതെല്ലാം ബട്ടർഫ്ലൈ ആകർഷിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏതെല്ലാം പ്ലാന്റുകൾ നടാം, അത് ഏത് ഭാഗത്തായിട്ട് നടാം. അപ്പോൾ അങ്ങനെ സ്റ്റഡി നടത്തി 2008 ഫെബ്രുവരിയിലാണ് പാർക്ക് ഇനാഗുറേഷൻ ചെയ്യുന്നത്. പാർക്ക് എന്നല്ല, ഇത് സഫാരി തന്നെയാണ്. സഫാരി. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ ആയിട്ടില്ല, ഇത് നമുക്കൊരു 1/2 കിലോമീറ്റർ ഇതായിട്ടേ ഉള്ളൂ. ഏക്കറാണോ അതോ? ഒരു 3.5 ഏക്കറോ 4 ഏക്കറോളം സ്ഥലമായിട്ടാണ് നമുക്കുള്ളത്. ഇതിനകത്ത് നടന്നു തന്നെ കാണേണ്ടത്. ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറാണ്. ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയറിനകത്ത് നമ്മൾ നടന്നു കാണുക. കൂട്ടിനകത്തോ അങ്ങനെയുള്ള സംരംഭമല്ല.
ഇതൊക്കെ അതിനെ ആകർഷിപ്പിക്കാൻ വേണ്ടി നട്ടേക്കണതാണ്. ഇത് ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായി കഴിയുമ്പോൾ നല്ല പോലെ പൂക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ നമ്മുടെ ഹണിബീക്ക് തേനീച്ചയ്ക്ക് തേനിരിക്കാനായിട്ട് ശകലം ബുദ്ധിമുട്ടുള്ള എന്ന് വെച്ചാൽ അകത്ത് കയറി വേണം ചെയ്യും. പക്ഷേ നമ്മുടെ ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത്രയും വിരിയത്തുള്ളൂ. അതുകൊണ്ട് ബട്ടർഫ്ലൈ സുഖം. അപ്പൊ ഇതോ? അല്ല, അത് നമുക്ക് വായു സഞ്ചാരം അതിൻ്റെ നമ്മുടെ എയർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും, എയർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ അത് നമ്മൾ അതിന് വരുന്ന വേണ്ടി വെച്ചിരിക്കും. ഒരു ചെടി വെച്ചിട്ട് മാത്രമാണ് ചെടി വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് ഫോറസ്റ്റിൽ നിൽപ്പുണ്ട്, അതിനകത്തും പള്ളിച്ചെടികളുണ്ട്, ബട്ടർഫ്ലൈക്ക് ഇഷ്ടമുള്ള നാമ്പുകളുണ്ട്. അതുകൊണ്ട് ഇതിന് വെസ്റ്റേൺ കാറ്റിൽ നിന്നുള്ള ബട്ടർഫ്ലൈസ് വരുന്നുണ്ട്. ഓരോ ബട്ടർഫ്ലൈസിന് ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ട് അങ്ങനെ വന്നിരിക്കുന്നു. അല്ല, ബോർഡ് വെച്ചേക്കുന്നോണ്ട് ചോദിച്ചു. ആ സൈഡ് ഇതാണ് സ്ട്രൈപ്ഡ് ടൈഗർ എന്ന് പറയുന്നത്, വരയൻ കടുവ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ. ഇത് നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ബട്ടർഫ്ലൈക്ക് അതിന്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി മഴക്കാലം ഒഴിച്ചുള്ള സമയം കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ തന്നെ വലിയ വെയിലായി കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അതുപോലെ ബട്ടർഫ്ലൈ ഷെയ്ഡിൽ പോയി കാട്ടിനുള്ളിലേക്ക് പോകും. അപ്പൊ വരുന്ന സഞ്ചാരികൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേന് ബട്ടർഫ്ലൈ വീണ്ടും നമ്മുടെ ഗാർഡനിൽ ഇപ്പൊ ചെയ്യുമോ? അതോ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ സ്പ്രേ തന്നെ വീഴുന്നുണ്ട്, മഴ വീഴുന്നുണ്ട്. അത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരുപാട് മഴ പെയ്യുമ്പോൾ ഒരുപാട് എത്തും അല്ലേ? ഈ സ്ഥാനത്ത് തന്നെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇത് സാധാരണ കാണപ്പെടുന്ന ഒരു ചെടിയാണല്ലോ നമ്മുടെ. എന്റെ പേരെന്തായിരുന്നു? അത് നമ്മുടെ പിന്നെ മാങ്ങാനാറി എന്ന് പറയുന്ന ചെടിയാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പൂ പൂക്കുന്ന ഏത് പ്ലാന്റും ബട്ടർഫ്ലൈക്ക് ഇഷ്ടമാണ്. അതിനൊപ്പം തന്നെ ഇത് ടർണേറ എന്നുള്ളൊരു പ്ലാന്റ് ആയത്, അതായത് ഉച്ച വരെ പൂ പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളിലൊന്ന്. നല്ല പൂ പൂക്കുന്ന പ്ലാന്റ്. ഇതിനകത്ത് ഹണിയും കിട്ടും. ടോണിക്കോസ് എന്ന് പറഞ്ഞ ചെറിയ ബട്ടർഫ്ലൈസ് ഉണ്ട്. ആ ചെറിയ ബട്ടർഫ്ലൈസ് ഇതിന്റെ അടിയിലാണ് ഇതിനകത്ത് ഈ ഇല കഴിച്ച്, അതായത് കാറ്റത്തിന്റെ സ്റ്റേജിൽ ഇല കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസിന് തേനും കുടിക്കാം, ടോണിക്കോസ്റ്റന്. അപ്പൊ അങ്ങനെ പിന്നെ അത് സെൻട്രാതരം എന്നൊക്കെ പറഞ്ഞ നല്ല ആ വയലറ്റ് പോകും. അതൊക്കെ ബട്ടർഫ്ലൈക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റുകളാണ്. ഇതെല്ലാം കൂടുതലും കാട്ടി നിൽക്കുന്ന ചെടികളാണ്. കേശവത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തലയിൽ എണ്ണ വെക്കാൻ വേണ്ടിയിട്ട് മുടി വളരാൻ വേണ്ടി ഇതൊക്കെ വേണ്ട. ഇതൊക്കെ കുരുമുളക് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ വെള്ളപ്പൂ കൂടുന്ന പ്ലാന്റുകളാണ്. അതൊക്കെ ഇതിനകത്തും ബട്ടർഫ്ലൈ ആവശ്യം പോലെ പൂച്ചയാണ്. വെള്ളപ്പൂ പൂത്തിരിക്കുന്നുണ്ടോ? ഇതാണ് സദേൺ ബേർഡ്. ഇതിനാണ് ഈ പറക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ കണ്ടില്ലേ? ആ ബട്ടർഫ്ലൈ ആണ് ഇത്. പനയാണ്, നമ്മൾ നേരത്തെ കണ്ട പനയോലയുടെ തന്നെ. ഇതിന്റെ പുതിയ നാമ്പുള്ള സ്ഥലങ്ങളിൽ അതിന്റെ വാസന കണ്ടെത്തിയാണ് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുന്നത്. ഡാർക്ക് ബ്ലൂണ്ട്, കോമൺ ക്രോ ഉണ്ട്, ഇതാണ് സദേൺ ബേർഡ്. ഇത് അൽഫോ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അതായത് മലബാർ റോസ്, കോമൺ റോസ്, സദേൺ ബേർഡ് ഇങ്ങനെ പറയുന്ന ബട്ടർഫ്ലൈസ് ഈ പ്ലാന്റിലാണ് മുട്ടയിടുന്നത്. ഇത് മുട്ടയിട്ട് ആ മുട്ട വിരിയുമ്പോൾ ഈ പ്ലാന്റാണ്, ഈ ഇലയാണ് കഴിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇരുന്ന് തന്നെ പ്യൂപ്പ സ്റ്റേജിലേക്ക് ഇതിനകത്ത് തന്നെ മാറും. കണ്ടോ, മലബാർ റോസിന്റെ പ്യൂപ്പയായി. പ്യൂപ്പ എന്ന് പറയുമ്പോൾ ഇത് ഇലയല്ല, അതിന്റെ തന്നെ സ്വന്തം ആവരണം. ഇതിന്റെ സീസൺ സാധാരണ നവംബർ ഡിസംബർ അല്ലേ? അങ്ങനല്ല, സീസൺ ബട്ടർഫ്ലൈക്ക് നമുക്ക് കുറവൊന്നുമില്ല. ഇപ്പൊ നല്ല ക്ലൈമറ്റ് നമുക്ക് കാണാൻ. ഒരാഴ്ചക്കുള്ളിൽ ഇനി വിരിഞ്ഞ് ബട്ടർഫ്ലൈ ആയിട്ട് ഇത് പൊട്ടിച്ചിട്ടാണ്. മിനിമം എത്ര ദിവസമാണ് ഇത് വിരിഞ്ഞ് വരാനെടുക്കും? ബട്ടർഫ്ലൈ ഓരോ ഇപ്പൊ മലബാർ റോസിന്റെ കാറ്റപ്പിൾ ആവാൻ ഏകദേശം ഒരാഴ്ചയോളം സമയം. ഇത് നമ്മുടെ മറ്റേ മൽബറി എന്ന് പറയുന്ന ചെടിക്കകത്തല്ലായിരുന്നു? മൽബറി പട്ടുനൂലിന് വേണ്ടി വലിയ മൾബറി യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരളി വരും. അതായത് കോമൺ ഗ്രോ പോകുന്ന ബട്ടർഫ്ലൈസ് അരളി അട്രാക്ഷനായിട്ട് നമ്മുടെ തെറ്റിയൊക്കെ നല്ലതാണ്. തെറ്റിയ ചെറുപ്പത്തിൽ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കാറ്റപ്പിൾ ഇതേപോലെ ചെറിയ പുഴുക്കളാവും. ഈ പുഴു ഇതേപോലെ ഇല തിന്നിട്ടാണ് പിന്നെ ഏകദേശം ഒരാഴ്ചയോളം, ഇതൊക്കെ ഒരു 4 ദിവസവും കൂടി ഇനിയും വേണം കാറ്റപ്പിളിന്റെ സ്റ്റേജിൽ പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറാം. ഇതാണ് പ്യൂപ്പ സ്റ്റേജ്. അതിൻ്റെ കാണാൻ
ഇതായിരിക്കുന്നുണ്ട്. ഇത് ഇതാണ്ട് ഇത് വേറെ ഇതിൻ്റെ പിടുത്തം കണ്ടോ? ഈ പിടുത്തം എന്ന് വെച്ചാൽ ആരും കെട്ടിക്കൊടുക്കുന്നതല്ല. ഇത് തന്നെ നോർമലി അത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ അകത്താണ് ബട്ടർഫ്ലൈ ഉള്ളത്. ഇതിപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോൾ 18 ദിവസത്തോളം ആകുമ്പോഴത്തേന് തിരിഞ്ഞ് ബട്ടർഫ്ലൈ ആയിട്ട് വരും. പക്ഷേ മലബാർ റോസിൻ്റെ വിരിയാനായിട്ട് ഏകദേശം 7 ദിവസം മതി. അതാണ്ടോ ഇത് കാറ്റർപില്ലറായി. ഈ കാറ്റർപില്ലർ സ്റ്റേജിൽ നിന്ന് പ്യൂപ്പ സ്റ്റേജിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആകാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കോമൺ റോസ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ. ഇത് ആകാരം കഴിക്കുന്ന നിർത്തും. 2 സൈഡ് മാത്രം പിടുത്തമായി. ഇനിയിപ്പോൾ മറ്റന്നാൾ നോക്കുമ്പോഴത്തേക്ക് ആവരണം അതിൻ്റെ സ്പോട്ടിങ് ക്രിയേറ്റ് ചെയ്ത് നടിക്കാതെ അതേപോലെ ഏകദേശം ഇതേപോലെ അതിന് ശേഷമാണ് പ്യൂപ്പ സ്റ്റേജ് മാറി പിന്നെ അതിനകത്ത് കോമൺ റോസിന്റെ അല്ല ഏത് ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഓ അത് ശരി. ഇതിപ്പോ ലൈവ് ആണോ ഈ സാധനം? ലൈവ്. അതിന് ഒരു 2 ദിവസം കഴിയുമ്പോൾ പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറും. ഓ അത് ശരി. പ്യൂപ്പ സ്റ്റേജിലേക്ക് അനക്കല്ല കൂടുതൽ ചെറിയ നാര ശംഭു ഹായ് പറഞ്ഞു. അതായത് കാറ്റർപില്ലർ ടൈമിൽ എഗ്ഗ് ഇടുന്നതല്ല അതിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. കാറ്റർപില്ലർ ചേട്ടൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് വേണം സമാധാനം കുറച്ച് ഫോട്ടോ എടുക്കും. ഇത് ഗ്ലാസി ടൈഗർ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പയാണ്. ഇതിനകത്ത് ഓൾറെഡി പോയി കഴിഞ്ഞു. പോയതിൻ്റെ ആണല്ലേ ഇത്? അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നത് തെന്മലയിലെ ബട്ടർഫ്ലൈ പാർക്കിലായിരുന്നു. ബട്ടർഫ്ലൈ പാർക്കിലെ ഒരുപാട് കാഴ്ചകൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിൽ ഗൈഡായിട്ട് വന്നത് മുരുകൻ ചേട്ടനാണ്. മുരുകൻ ചേട്ടൻ ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിന്റെ ഒരുപാട് ഞാൻ ഇത്രയൊന്നും ബട്ടർഫ്ലൈസിനെ എങ്ങും കണ്ടിട്ടില്ല. ഒരുപാട് വെറൈറ്റി ബട്ടർഫ്ലൈസ്, അതിന്റെ പൂപ്പ, സെല്ല്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും കേരള വാല ആത്മീയുടെ ഗുഡ് ബൈ.